മഞ്ചേശ്വരം എന്ന് പറയുന്നത് കുറച്ചുകൂടി ബി ജെ പിക്ക് സാധ്യതയുള്ള സ്ഥലം കൂടിയായിട്ട് പോലും മഞ്ചേശ്വരത്ത് മോദി വരുന്നില്ല. മഞ്ചേശ്വരത്തോ പരിസര പ്രദേശം മോദി വരുന്നില്ല. 2036 കേരളത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ, നിലവിലുള്ള ബി ജെ പി നേതാക്കന്മാരിലൊന്നും മോദിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് മോദി കണ്ടെത്തിയ മറ്റൊരു വലിയ വ്യവസായ പ്രമുഖനാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നത് സുരേന്ദ്രനായിരുന്നു. സുരേന്ദ്രൻ്റെ കുറേ പ്രവർത്തനങ്ങളായിരുന്നു. ഇത്തവണ സുരേന്ദ്രൻ വളരെ സൈലന്റ് ആയിട്ട് മഞ്ചേശ്വരത്ത് മാത്രം ഒതുങ്ങിയെന്ന് പ്രവർത്തിക്കുക എന്നുള്ളതിൽ കാണുന്നു. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമോ അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചിട്ട് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ള നമ്മളിൽ കാണും. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാംഗ്ലൂർ കോറമംഗലയുള്ള ഒരു വലിയ കൊട്ടാരം അദ്ദേഹം അതിന് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്. എന്തുകൊണ്ടാണ് അത് ഒളിച്ചു വെച്ചത്? രാജേട്ട നമസ്കാരം. രാജേട്ട, നരേന്ദ്രമോദി ഈ വരുന്ന ദിവസങ്ങളിൽ പത്മജ വേണുഗോപാലിനും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെത്തും. രണ്ടുപേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം കേരളത്തിൽ പ്രസംഗിക്കുക. ആ 2 സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത് എന്നുകൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. അതിനിടയിൽ ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നത് രാജീവ് ചന്ദ്രശേഖർ മല പോലെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ എലിയായിട്ട് മടങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് ചില മിസ്മാച്ചുകൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നു. 2 കാര്യങ്ങളാണ് ഇതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഒന്ന്, കോൺഗ്രസിന് കനകുലുവിനെ കൊണ്ട് കിട്ടിയിരിക്കുന്ന ഏക ഒരു ഉപകാരമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ബാംഗ്ലൂരിലെ വീടിൻ്റെ കരമടച്ച രസീതിൻ്റെ കോപ്പി ഇവിടെ എത്തിച്ച് അത് ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല, കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു അവസരത്തെ? കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്, മോദിയുടെ സന്ദർശനമുണ്ട്. ഇതൊക്കെ മൊത്തത്തിൽ ബി ജെ പി രാഷ്ട്രീയത്തെ ഏത് തരത്തിൽ സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നത്? നമുക്ക് ആദ്യം മോദിയുടെ വരവിനെ കുറിച്ച് പറയാം. മോദി തൃശ്ശൂരിൽ വരുന്നു, അതുപോലെ തന്നെ പാലക്കാട് വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മോദി പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിനും കൂടി വേണ്ടിയായിരുന്നു പാലക്കാട് വന്നിരുന്നത്. പക്ഷേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി മോദി 2 തവണ വന്നു ചേർത്തേക്കാം. നമുക്ക് ഒന്ന് ഒരു വനിതകളുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ആദ്യഘട്ടത്തിൽ. പിന്നീട് വന്നത് സുരേഷ് ഗോപിൻ്റെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ സന്ദർശിക്കുന്നു. പിന്നെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വന്നത് കുന്നംകുളത്തായിരുന്നു. ഇങ്ങനെ മോദി കൃത്യമായിട്ട് ചില സ്ഥലങ്ങൾ മാർക്ക് ചെയ്യും. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മോദി സുരേന്ദ്രന് വേണ്ടി കൂടി പ്രചരണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം, മഞ്ചേശ്വരം എന്ന് പറയുന്നത് കുറച്ചുകൂടി ബി ജെ പിക്ക് സാധ്യതയുള്ള സ്ഥലം കൂടിയായിട്ട് പോലും മഞ്ചേശ്വരത്ത് മോദി വരുന്നില്ല. മഞ്ചേശ്വരത്തോ പരിസര പ്രദേശം മോദി വരുന്നില്ല. തിരുവനന്തപുരത്തും മോദി വരുന്നില്ല. അപ്പം നമുക്കറിയാം, ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ വ്യവസായിയെ ഇവിടത്തേക്ക് കൊണ്ടുവന്നത് ബി ജെ പിയെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ള കൃത്യമായ ടാസ്കുമായിട്ടാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിനൊരു ടാർഗറ്റുണ്ട്. 2036 കേരളത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ, നിലവിലുള്ള ബി ജെ പി നേതാക്കന്മാരിലൊന്നും മോദിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് മോദി കണ്ടെത്തിയ മറ്റൊരു വലിയ വ്യവസായ പ്രമുഖനാണ്. കാരണം ഇതൊരു കോർപ്പറേറ്റ് സംസ്കാരമുള്ള പാർട്ടിയാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ കോർപ്പറേറ്റ് സംസ്കാരമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കോർപ്പറേറ്റ് ഭീമനെ തന്നെ ഇറക്കി അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. വേറൊരു തമാശ കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കോന്നിയിലും മത്സരിച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. 2 സ്ഥലങ്ങളിൽ മത്സരിക്കുകയും ഹെലികോപ്റ്ററിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയൊക്കെ ചെയ്തു. അന്ന് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസും CPM ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പണം, അതായത് കർണാടകത്തിൽ നിന്ന് വരുന്ന പണം മഞ്ചേശ്വരത്ത് നിന്ന് എടുത്ത് ഹെലികോപ്റ്റർ മാർഗം ഇവിടത്തേക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഈ 2 സ്ഥലത്ത് സ്ഥാനാർത്ഥിയായതും പ്രചരണത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ഉണ്ടായത് കൊടകര വിഷയം ഉണ്ടാകുന്നത്. കൊടകരയിൽ വന്ന പണം, കുഴൽപ്പണ കേസ്. അതായത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കർണാടകയിൽ നിന്ന് വന്ന പൈസ ചില ആളുകൾ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നല്ലോ കൊടകര കുഴൽപ്പണ കേസ്. പിന്നീട് നമുക്കറിയാം, ഈ തൃശ്ശൂർ BJP ഓഫീസിൽ പണം ചാക്കുകളിൽ വന്നിറക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിന്നീട് വലിയ ആരോപണം ഉണ്ടാവുകയും അത് കത്തിപ്പടരുകയൊക്കെ ചെയ്തു. അത് കത്തിപ്പടരുന്ന എപ്പോഴാണ്? പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് കൂടി നമ്മൾ ഓർക്കണം. അതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനൊക്കെ അന്നത്തെ നേതൃത്വമൊക്കെ ആയിട്ടുള്ള വലിയ തമ്മിലടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ഭാരവാഹികൾ വരുന്നതോടുകൂടി നിലവിൽ ഉണ്ടായിരുന്ന എല്ലാവരും സൈലൻ്റായി നമ്മൾ കാണുന്നു. അവർക്കൊന്നും വലിയ രീതിയിൽ അധികാരമില്ല. ഇപ്പോൾ നോക്കൂ, ഈ ഇലക്ഷൻ സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നത് സുരേന്ദ്രനായിരുന്നു. സുരേന്ദ്രൻ്റെ കുറേ പ്രവർത്തനങ്ങളായിരുന്നു. ഇത്തവണ സുരേന്ദ്രൻ വളരെ സൈലന്റ് ആയിട്ട് മഞ്ചേശ്വരത്ത് മാത്രം ഒതുങ്ങിയെന്ന് പ്രവർത്തിക്കുക എന്നുള്ളതിൽ കാണുന്നുണ്ട്. അപ്പോൾ പണം വലിയ രീതിയിൽ കേരളത്തിൽ ഇറക്കി കേരളത്തിലെ ഭരണം പിടിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ അവസാനിച്ചിരിക്കുന്നു.
പകരം ഒരു പണക്കാരനെ ഇറക്കി കേരളത്തിലെ ഭരണം പിടിക്കാനുള്ള രണ്ടാമത്തെ ശ്രമമാണ് BJP ദേശീയ നേതൃത്വം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ ഇറക്കിയതുമൊക്കെ. മോദി വരുന്നു എന്ന് പറയുന്നത് പത്മജയ്ക്ക് വേണ്ടിയാണ് ഒന്ന് മോദി വരുന്നത്. അതിന് വേറെ കൃത്യമായൊരു സന്ദേശമുണ്ട്. കാരണം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ, രാജ്യത്തെ തന്നെ സമുന്നതനായ നേതാവൊക്കെ ആയിരുന്ന K. കരുണാകരന്റെ മകളാണ് പത്മജ. പത്മജയുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് സാക്ഷാൽ നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുന്നു എന്ന് പറയുന്നത് വലിയ തരത്തിൽ ശ്രദ്ധാകേന്ദ്രമാവും. അത് പലതരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ കാരണമാവും എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന തിരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ തന്നെയാണ് മോദി തീർച്ചയായും പത്മജിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി തൃശ്ശൂരിൽ വരണം എന്ന് തീരുമാനിച്ചതും ഉറപ്പിച്ചതും. അല്ല, വേറൊരു കാര്യം കൊണ്ടാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിനെത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 2-3 പ്രോഗ്രാമുകളിൽ തൃശ്ശൂർ അദ്ദേഹം പങ്കെടുത്തു. 2 പ്രോഗ്രാമായിരുന്നു. 2 പ്രോഗ്രാം പിന്നീട് പാലക്കാടായിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിന് കോമൺ ആയിട്ട് പാലക്കാടും കുന്നംകുളത്തും ആയിരുന്നു. 2 പ്രചരണങ്ങളാണ് ഉണ്ടായിരുന്നത്. കുന്നംകുളത്താണ് ഒരു പൊതുവായിട്ടുണ്ടായ പ്രചരണം. പക്ഷേ എങ്കിൽ പോലും ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം അന്ന് പാർലമെന്റ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം മോദി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോദിയുടെ സ്വാധീനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോദി പലതരത്തിൽ ചില ജനങ്ങൾക്കൊക്കെ ചില വാഗ്ദാനങ്ങളെ കൊടുത്തു. നിങ്ങൾ ജയിപ്പിച്ച് വിട്ടാൽ മതി, ബാക്കി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. ഇപ്പം ജനങ്ങൾ അത് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം വേറൊരു വിഷയം. പക്ഷെ അതേ തൃശ്ശൂർ തന്നെയാണ് വീണ്ടും മോദി വട്ടവിട്ട് പറക്കുന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. മോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു കൃത്യമായ വിലയിരുത്തൽ പ്രകാരം തൃശ്ശൂർ നഗരം ഉൾപ്പെടുന്നതാണല്ലോ ഈ പറയുന്ന തൃശ്ശൂർ മണ്ഡലം. അപ്പൊ തൃശ്ശൂർ മണ്ഡലത്തിൽ BJPക്ക് വലിയ മേൽക്കൈ ഉണ്ടെന്നും തൃശ്ശൂർ വളരെ ശ്രദ്ധിച്ച് തന്നെ നീങ്ങിയാൽ പത്മജിയെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കൃത്യമായ ഒരു കാൽക്കുലേഷൻ BJPക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് മോദി ഇവിടെ തന്നെ കൃത്യമായിട്ട് വരുന്നതും ഈ പത്മജിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് വരുന്നതും. ഇതേപോലെ തന്നെ പാലക്കാട് വളരെ ശ്രദ്ധിച്ചാൽ ഇത്തവണ വിജയിക്കാൻ പറ്റും, BJPക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു കൃത്യമായ ഒരു നെറേറ്റീവ് ഇവിടെ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി പറയേണ്ടത്, തൃശ്ശൂരിലാണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഡീൽ നടന്നു എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ 3ാം സ്ഥാനത്തുള്ള CPMന്റെ വോട്ടിൽ കുറേ വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ, നമ്മൾ ഇന്നലെ തന്നെ സംസാരിച്ചൊരു വിഷയമാണ്. മുസ്ലിം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവിടെയുള്ള ഇടതുപക്ഷ വോട്ടുകളിൽ കുറേ വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നത് തന്നെയാണ്. ഇപ്പം ഉപതെരഞ്ഞെടുപ്പിൽ 18,000 സംതിങ് വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചെങ്കിൽ പോലും BJPക്ക് അത്യാവശ്യം നഗരത്തിൽ, അതായത് പാലക്കാട് നഗരപ്രദേശത്ത്, മുനിസിപ്പൽ പ്രദേശത്ത് നല്ല മേൽക്കൈ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ BJP ഇവിടെ പാലക്കാട് ഒരു കൈ നോക്കിയാൽ ചിലപ്പോൾ ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ പറ്റും എന്നൊരു സാഹചര്യം. ഇതിനു വേണ്ടിയാണ് ഈ 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മോദി. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല പാലക്കാട് നിയോജക മണ്ഡലത്തിലെ BJPക്കകത്ത് നിലവിലുള്ളത്. കാരണം അന്ന് C. കൃഷ്ണകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥി. C. കൃഷ്ണകുമാറിനെതിരെ അന്ന് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഇപ്രാവശ്യം. കാരണം ഇപ്രാവശ്യം BJPയുടെ പാലക്കാട് നിയോജക മണ്ഡലം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ ശോഭാ സുരേന്ദ്രന് പേഴ്സണലി ഇവതിപ്പോൾ ഒരു ജാതിയോ മതമോ ഒക്കെ നോക്കാതെ പേഴ്സണലി അവർക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് പാലക്കാട്ടെ മത്സരം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൈവരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരൻ ഒരു ബിസിനസ്സുകാരൻ, ഒരു മുതലാളി എന്ന രീതിയിൽ കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു പ്രൊഫഷണൽ കൂടിയാണ്. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതിൻ്റെ ഒരുപാട് കുറവുകൾ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഈ പ്രാവശ്യം MT രമേശിനെ പോലെയുള്ള, അല്ലെങ്കിൽ CN രാധാകൃഷ്ണനെ പോലെയുള്ള പല ആളുകളും, അതായത് BJPക്കകത്ത് സ്ഥിരമായിട്ട് മത്സരിച്ചു കൊണ്ടിരുന്ന പല രാഷ്ട്രീയക്കാരായിട്ടുള്ള നേതാക്കന്മാർക്കും ഇപ്രാവശ്യം സീറ്റില്ല. അതേസമയം മറിച്ച് ഈ സാബു M. ജേക്കബിനെ പോലുള്ള ആളുകളെ കൂടുതലായിട്ട് രാജീവ് ചന്ദ്രശേഖർ ട്രസ്റ്റ് ചെയ്യുകയും അവിടെ രാജശേഖരൻ പറഞ്ഞ ബിസിനസ്സുകാരന്മാർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഐക്യം രൂപപ്പെട്ടു. പക്ഷേ സാബു M. ജേക്കബിൻ്റെ സ്ഥാനാർത്ഥികളെ എല്ലാം നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു ചാർലി പോളിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓരോ കോമഡി പീസുകളായിട്ട് മാറുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ റാന്നിയിലെ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ശബരിമല ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ആ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുമ്മനം രാജശേഖരൻ ഉടൻ തന്നെ ഇടപെട്ട് അത് തിരുത്തുകയുണ്ടായി. അപ്പോൾ 2020 മുഴുവൻ സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു കോമഡി കഥാപാത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ അഖിൽ മാരാർ തൃക്കാക്കര വന്ന് മത്സരിക്കുന്നു. അഖിൽ മാരാരുടെ പ്രചരണം കാണുമ്പോൾ തന്നെ ഒരു അഭിനയമാണ് അത് എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ മത്സരിക്കുന്ന ഒരു റിയൽ സ്ഥാനമായിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി പറയുന്നത് കേന്ദ്ര സർക്കാരാണ് KSRTCയുടെ പടി കുറച്ചത് എന്നതുപോലുള്ള
അല്പത്തരം വിളിച്ചു പറയുമ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിലെ 2026 തെരഞ്ഞെടുപ്പിനെ ഇത്രയും ഒരു കോമഡിയാക്കി, അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തെ തന്നെ കേരളത്തിൽ കോമഡിയാക്കി മാറ്റിയതിനുള്ള കാരണം എന്ന് പറയുന്നത് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ NDAയിലേക്കുള്ള കടന്നുവരവാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ BJPക്ക് ഇപ്രാവശ്യം ഒരു രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാനായിട്ട് സംസ്ഥാനത്ത് സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം നോക്കൂ, തിരുവല്ലയിൽ ഇപ്പോൾ മത്സരിക്കുന്നത് അനൂപ് ആന്റണിയെ പോലുള്ള നേതാക്കന്മാരാണ് മത്സരിക്കുന്നത്. പാലയിൽ ഷോൺ ജോർജ് മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഗൗരവമായി, ഇപ്പോൾ ഒറ്റപ്പാലത്ത് എനിക്ക് തോന്നുന്നു മേജർ രവി മത്സരിക്കുന്നുണ്ട്. ഇതേപോലുള്ള ഒരുപാട് സീരിയസ് ആയിട്ടുള്ള മത്സരങ്ങളെ, രാഷ്ട്രീയ മത്സരങ്ങളെ കൊണ്ടുവരാനായിട്ട് BJPക്ക് സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ഈ 2020 വരാതിരുന്നിരുന്നു എങ്കിൽ. ഇന്നലെ VD സതീശൻ ചോദിച്ച ഒരു ചോദ്യമാണ്, റാന്നിയിൽ എവിടെയാണ് 2020? സത്യമല്ലേ? റാന്നിയിൽ എവിടെയെങ്കിലും 2020ക്ക് ആളുകളുണ്ടോ? അവിടെയൊക്കെ കൃത്യമായിട്ട് ആരുടെ സ്ഥാനാർത്ഥിയാണ് വരേണ്ടിരുന്നത്? BJPയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നുവെങ്കിൽ കഥ മാറത്തില്ലായിരുന്നോ? പല സ്ഥലങ്ങളിലെ അവസ്ഥ ഇതാണ്. നേരത്തെ പറഞ്ഞാണ് BJP യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അത്ര വളരെ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, BJPക്ക് ഒരു എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയപരമായ നീക്കമാണല്ലോ നടത്തിയത്. ഇത് നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഈ കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഒരു വ്യവസായി ആയതുകൊണ്ട് അദ്ദേഹം ഇത് ലാഭനഷ്ട കണക്കുകൾ വെച്ചാണ് കണക്കൂട്ടുന്നത്. കുറേ സീറ്റുകൾ, അവർക്ക് എത്ര താല്പര്യമില്ലാത്ത കുറേ സീറ്റുകൾ 2020 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം സാബുവും ജെബുക്കും നോക്കിക്കോളും. അപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ടാലി കറക്റ്റ് ആവുക എന്നുള്ളതാണ് ഈ വ്യവസായിയുടെ, രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള വ്യവസായി. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഇന്ന് വരെ മാറിയിട്ടില്ല എന്ന് കാണണം. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ചുമതല കൊടുത്തു എങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമോ അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചിട്ട് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ള നമ്മളിൽ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ രാജ്യസഭയിലൊക്കെ എത്തിയ വഴിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കർണാടകത്തിലുള്ള എല്ലാ ആളുകൾക്ക്, ബാംഗ്ലൂരിലെ എല്ലാ ആളുകൾക്ക് അറിയാവുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ഇതിലെത്തുന്നതൊക്കെ. രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം BJP ആണെന്ന് കണ്ട് BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാന ഘട്ടത്തിൽ BJP നേതാവാകുന്നത്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നിയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ആയതുകൊണ്ട് ഏതാണ്ട് അതേ തരത്തിലുള്ള മറ്റൊരാളെ തീരുമാനിക്കുന്നു, അത് രാജീവ് ചന്ദ്രശേഖറിൽ എത്തുന്നു, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുന്നു. പിന്നീട് ഈ കേരളത്തിലുള്ള BJPയിലുള്ള തമ്മിലടികൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ കൂലങ്കഷമായ ചിന്തയിലാണ് മലയാളി എന്ന് പറയാവുന്ന എന്നാൽ മലയാളം അറിയാത്ത രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ചുമതല കൊടുക്കുകയും ഇവിടെ ഒക്കെ ചെയ്യുന്നു, മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയൊക്കെ അദ്ദേഹം കണ്ടത് ഇത് ലാഭം ഏതാണ് എന്നുള്ളത് തന്നെയാണ്. ആരെയൊക്കെ സ്ഥാനാർത്ഥിയായ ലാഭമുണ്ട്, ആരൊക്കെ സ്ഥാനാർത്ഥിയാക്കാതിരുന്ന ലാഭമുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്താണ്. പക്ഷേ ഇതിൽ പെട്ടിരിക്കുന്ന വേറെ സമയം, രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് വിജയിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് BJPക്ക് നിയമം എന്ന് കണ്ടെത്തി നിയമത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം വലിയ ഇതിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പത്രിക എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഈ പറയുന്ന സമയത്ത്. അദ്ദേഹം എന്തിനാണ് വ്യാജ സത്യവാങ്മൂലം കൊടുത്തത് എന്നുള്ളത് കഴിഞ്ഞ പാർലമെന്റിൽ മത്സരിക്കുന്ന സമയത്തുള്ള സ്വത്തല്ലെന്നേ അദ്ദേഹത്തിന് ഇരിപ്പുള്ളത്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂർ കോറമംഗലയുള്ള ഒരു വലിയ കൊട്ടാരം അദ്ദേഹം അതിന് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. എന്തുകൊണ്ടാണ് അത് ഒളിച്ചു വെച്ചത്? എനിക്ക് കൊട്ടാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ ജയിക്കാതെ പോവോ? ഇല്ല. അദ്ദേഹത്തിന് കൊട്ടാരമുണ്ട് എന്ന് പറയാലോ. കാരണം അദ്ദേഹം വലിയ ബിസിനസ് രാജാവാണെന്നുള്ള കാര്യം ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാവുന്നതാണ്. അല്ലാണ്ട് ഈ കോടീശ്വരന്മാരോട് വിരോധമൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ കോടീശ്വരന്മാരോടൊന്നും വിരോധമൊന്നുമുള്ള ആളുകളൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇതിനെ കൊളിച്ചു വെക്കാനുള്ള കാരണം എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ നമ്മളോടൊന്നും പറഞ്ഞില്ലെങ്കിലും BJP നേതൃത്വമെങ്കിലും ഇനി പറയേണ്ടി വരുമല്ലോ. അദ്ദേഹത്തിന്റെ പത്രിക തള്ളിയാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തിരിച്ചടികൾക്ക് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടുകൾ കാരണമാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ഉറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രി വന്നിട്ട് ഇവിടെ പ്രചരണം നടത്തുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ഈ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്തിനാണ് മത്സരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒളിച്ചുകളികൾ നടത്തിയത് എന്നുള്ളത് വരും കാലത്ത് വലിയ ചർച്ചയാവും, വരും ദിവസങ്ങളിൽ ചർച്ചയാവും. ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും ശബരിനാഥന്റെ ഈ മുന്നേറ്റം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്.